ഇത് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിലയ്ക്കാത്ത തർക്കങ്ങളിലേക്കാണ് നയിക്കുക. രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരു ആശയമാണിത്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. തുടങ്ങിയാൽ തന്നെ ഒരു 10-30 വർഷം കഴിയുന്നത് നടപ്പാക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാറിയാവുന്ന BJP. ഇത് ഇടയ്ക്കിടയ്ക്ക് മോദി എടുത്തിടും. ഏതെങ്കിലും കമ്മിറ്റികളിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥ മീറ്റിങ്ങുകളിലോ ഈ സാധനം എടുത്തിടുമ്പോൾ എന്താണ് പ്രശ്നം? അത് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരസലാവും. നിലവിൽ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരസലുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണ് പിണറായിയും സ്റ്റാലിനും? എന്താണ് സംസാരിക്കുന്നത്? ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് NDA സർക്കാരുണ്ടല്ലോ, 2003 വരെ നിലനിന്നത്, 99 മുതൽ 2004 വരെ. അപ്പോൾ ആ സർക്കാരിൻ്റെ കാലം മുതലാണ് ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില പദ്ധതികൾ BJP പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ മുതൽ അന്ന് മുതലേ ചർച്ചകളാണ്. ഇപ്പോൾ ഒന്നാം NDA സർക്കാരാണ് ഈ നദീജല എന്താണ് ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ തന്നെ ആളുകൾ വാ ഇതെങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ നദികളും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക? ഇതെന്തിനാണ്? അതിൻ്റെ പ്രശ്നങ്ങളില്ലേ? അതിന് കോടിക്കണക്കിന് രൂപ വേണ്ടേ? ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വെള്ളമില്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് ഒരു ഡാം കെട്ടി ഇറിഗേഷൻ പ്രോജക്റ്റ് നടപ്പാക്കുക എന്നതിനപ്പുറം രാജ്യത്തെ മുഴുവൻ നദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യിക്കുക, ഇതൊരു ഭ്രാന്തന ഐഡിയ അല്ലേ എന്ന് പലരും അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ എൻവയോൺമെൻറ്റലിസ്റ്റുകൾ, പരിസ്ഥിതിവാദികളൊക്കെ അത് ഭയങ്കര പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകും, കുറേ അധികം വനഭൂമി മുങ്ങിപ്പോകും, കോടിക്കണക്കിന് രൂപ ചിലവാകും. പിന്നെ ഒരു നദി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതൊരു നദി തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു യൂണിറ്റാണ്. അതിലെവിടെയെങ്കിലും ഡാം കെട്ടുന്നത് തന്നെ പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആ നദി ഇല്ലാതാവുകയാണ്. അതിൻ്റെ താഴേക്കുള്ള ഡൗൺ സ്ട്രീം മുഴുവൻ മരുഭൂമിയാവുകയാണ്. പിന്നെ സർപ്ലസ് വെള്ളം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗംഗ പോലുള്ള ബ്രഹ്മപുത്ര പോലുള്ള നദികളിൽ സർപ്ലസ് വെള്ളമുണ്ട്, അത് വെള്ളമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ന്യായം. അപ്പോൾ അതിന് ചിലർ പറയുന്ന മറുപടി സർപ്ലസ് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളമില്ല, എല്ലാ വെള്ളവും അതിൻ്റേതായ ധർമ്മം നിർവഹിക്കാനുണ്ട്. ചില സമയത്ത് ഇന്ന് സർപ്ലസ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കില്ല. ഇങ്ങനെ ഒരുപാട് എതിർവാദം. പക്ഷേ ഇവരിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. 2011 അതായത് മോദി വരുന്നതിന് തൊട്ട് 2 വർഷം മുമ്പ് തന്നെ BJP പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നദീ സംയോജനം നടപ്പാക്കും. നദീ സംയോജനത്തിൻ്റെ ആശയം വരുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ ഈ അച്ചൻകോവിലാർ, പമ്പ, ഈ 2 നദികളെയും വൈപ്പാറുമായി ബന്ധിപ്പിക്കുക. വൈപ്പാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നദിയാണ്. അപ്പോൾ ഈ നദീ സംയോജനത്തിൻ്റെ ഒരു പ്രശ്നം, ഒരു സംസ്ഥാനം അതിൽ ഡോണറായിരിക്കും, മറ്റു സംസ്ഥാനം സ്വീകരിക്കുന്ന ആളായിരിക്കും. ഇത് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിലയ്ക്കാത്ത തർക്കങ്ങളിലേക്കാണ് നയിക്കുക. രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരു ആശയമാണിത്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. തുടങ്ങിയാൽ തന്നെ ഒരു 10-30 വർഷം കഴിയുന്നത് നടപ്പാക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാറിയാവുന്നത് BJPക്കാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക, ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് തർക്കം വരിക? ഇപ്പോൾ നേപ്പാളിൽ എങ്ങാണ്ടാണ് ഉത്ഭവിക്കുന്നത് ഗംഗാനദി. ആ ഗംഗാനദിയെ എന്താണ് മഹാനദി എന്ന് പറയുന്ന ഒഡീഷയിലെ നദിയായിട്ട് ബന്ധിപ്പിക്കുക, ഒഡീഷയിലെ നദിയെ ആന്ധ്രയിലേക്ക് ബന്ധിപ്പിക്കുക. ഇതൊക്കെ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കാലത്തും നിലയ്ക്കാത്ത വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും നയിക്കും. ഇത്രയും നല്ലൊരു പൊളിറ്റിക്കൽ ടൂൾ കോൺഗ്രസ് ഇതിൽ പ്രതികരിക്കില്ലല്ലോ. ഈ ആശയം വന്നപ്പോൾ തന്നെ അന്ന് മുതൽ ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ കോൺഗ്രസ് അതിനെപ്പറ്റി മിണ്ടിയപ്പെട്ടു പോവും. കാരണം അന്ന് കോൺഗ്രസ് പല സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയില്ല, ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഈ റിസീവിങ് എൻഡിലുള്ള സ്റ്റേറ്റിന് പ്രശ്നമാണ്. അത് അന്ന് നടപ്പാക്കണ്ട എന്ന് പറഞ്ഞാലും കൊടുക്കുന്നവർക്ക് പ്രശ്നമാണ്. മിണ്ടാൻ പറ്റില്ല കോൺഗ്രസ്. അങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ ആയുധമായിരുന്നു അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഇത്. ഇപ്പോൾ ഈ വിഷയം തന്നെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇടയ്ക്കിടയ്ക്ക് മോദി എടുത്തിടും. ഏതെങ്കിലും കമ്മിറ്റികളിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥ മീറ്റിങ്ങുകളിലോ ഈ സാധനം എടുത്തിടുമ്പോൾ എന്താണ് പ്രശ്നം? അത് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരസലാവും. നിലവിൽ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരസലുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണ് പിണറായിയും സ്റ്റാലിനും? എന്താണ് സംസാരിക്കുന്നത്? ഇപ്പോൾ വേണു പറഞ്ഞു സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായിരിക്കും സംസാരിക്കുക? അതെ, പുതിയ ഡാം വേണമെന്നാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം, അത് നടപ്പാവില്ല, 900 വർഷത്തെ കരാറുണ്ട്, എന്ത് പരിപാടിയാണ് പിണറായി എന്ന് സ്റ്റാലിൻ തിരിച്ചു ചോദിക്കും. ഇത് രാഷ്ട്രീയമായോ ഒന്നും ഇത് തീരുന്നൊരു കേസല്ല. കാരണം ഒരു കരാറുണ്ടാക്കി വെച്ചേക്കാണ് മുല്ലപ്പെരിയാറിൽ അച്യുതൻ്റെ കാലത്ത്. ഏത് 900 വർഷം നമ്മളിവിടെ ജീവിക്കുമെന്ന് ഒരു അറിയാത്തൊരു സമയത്താണ് ഈ കരാറുണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയമായോ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. ഇത് നിയമപരമായ ആർബിട്രേഷനിലൂടെ നടക്കാവുന്ന ഒരു കരാറിൻ്റെ സാധുത, അതിന് 1000 വർഷം വാലിഡിറ്റി കൊടുക്കാമോ തുടങ്ങിയ ഭരണഘടനാപരവും നിയമപരമായ ചർച്ചകളിലൂടെ കോടതി തീരുമാനിക്കേണ്ട ഒരു കേസാണ്. ഇനി ഇതിന് ബലമുണ്ടോ ഇല്ലേ, ഇത് പുതിയ പണി വേണ്ടതെന്നൊക്കെ അത് എഞ്ചിനീയറിംഗ് വിദഗ്ധർ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പിണറായിയും സ്റ്റാലിനും കൂടി ചർച്ച ചെയ്ത ഇതിലിപ്പോൾ 2 പേർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. പിണറായിക്ക് പറയാൻ പറ്റുമോ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം കേരളത്തിൽ ജനങ്ങളുടെ സമ്മർദ്ദമുണ്ട്. സ്റ്റാലിനോ 5 ജില്ലകൾ ജീവിക്കുന്നത് തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ്. ആ 5 ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ എഞ്ചിനീയറുടെ പ്രതിമ തമിഴ്നാട് സർക്കാർ സ്വന്തം ചെലവിൽ ഇംഗ്ലണ്ടിൽ പോയി അയാളുടെ ജന്മസ്ഥലത്ത് പ്രതിമ അനാച്ഛാദനം ചെയ്യുക കഴിഞ്ഞ വർഷം. അപ്പോൾ അത്രമാത്രം വൈകാരികമായൊരു വിഷയമാണ്. ആ വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണ്? ഇവിടെ അവർ മിണ്ടാതിരിക്കുന്നതാണ്
നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, കേരളവും തമിഴ്നാടും ഒരുമിച്ച് നിൽക്കുന്നു, ആർക്കെതിരെ? കേന്ദ്രത്തിനെതിരെ എന്നൊരു രാഷ്ട്രീയ മെസ്സേജ് കൊടുക്കാം. അതിനപ്പുറം പോയി തന്തൈ പെരിയാറും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ എന്ത് ബന്ധമാണ്? അതെനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ജാതി വിരുദ്ധ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച ഒരാളാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തന്തൈ പെരിയാറിനെ ഒരു ഐക്കണായിട്ട് വൈക്കത്ത് തിരഞ്ഞെടുക്കുകയും സ്റ്റാലിനോടൊപ്പം കൈകോർത്ത് നിൽക്കുകയും ഞാനും DMK പൊളിറ്റിക്സിനോടൊപ്പമാണെന്ന് സാന്നിധ്യം കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാലിൻ തിരിച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് ആകെയുള്ളത് കേന്ദ്രത്തിനെതിരായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ടാണ്. അല്ലാണ്ട് തന്തൈ പെരിയാറും കമ്മ്യൂണിസ്റ്റുമായിട്ട് തമ്മിൽ ബന്ധമില്ല. കാരണം തന്തൈ പെരിയാർ ഒരിക്കലും ഈ രാമസ്വാമി നായ്ക്കർ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചില്ല. അംബേദ്കറുടെ നിലപാടായിരുന്നു, ബ്രാഹ്മിൻ ബോയ്സ് നിലപാടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് പെരിയാറുടെ നിലപാട് ഒരിക്കലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അംഗീകരിച്ചില്ല. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രസ്താവനകളും രാമസ്വാമി നായ്ക്കരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ CN അണ്ണാദുരൈയുടെ കാലത്ത് ഒരു വലിയ തൊഴിലാളി പ്രക്ഷോഭം നടക്കുന്നു. ദളിത് ആയിട്ടുള്ള തൊഴിലാളികൾ കൂലി വർധനയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നു, പോലീസ് അവരെ വെടിവെച്ച് കൊല്ലുന്നു. അണ്ണാദുരൈ DMK ഭരിക്കുമ്പോഴാണ്. അന്ന് രാമസ്വാമി നായ്ക്കർ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറഞ്ഞു, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയാണ്, 10-13 പേരെ കൊല്ലിച്ചു എന്നാണ് പറഞ്ഞത്. അത് കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ആശയപരമായിട്ടുള്ളൊരു ഐക്യമല്ല ഇത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ കൊണ്ടുവരാൻ പറ്റുന്ന സഹകരണം, രാഷ്ട്രീയ സഹകരണം, വ്യത്യസ്ത ഐഡിയോളജികളുടെ സാധനം. അത് ബംഗ്ലാദേശീയത ഉയർത്തുന്ന മമതാ ബാനർജി ആവട്ടെ, ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉയർത്തുന്ന സ്റ്റാലിനാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനാകട്ടെ, ഒരുമിച്ച് നിൽക്കുക എന്നതിനപ്പുറം ഈ കാലത്ത് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നുന്നു.